പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1982 ഇങ്ങനൊരു റൂള് ഫിഫ കൊണ്ടുവന്നത് 1986 വേൾഡ് കപ്പിലോട്ട്. അതായത് അന്ന് ഇതേ ടീമുകൾ അൾജീരിയയും ഓസ്ട്രിയയും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലിയും അൾജീരിയയും തമ്മിലുള്ള മത്സരം ഓൾറെഡി നടന്നു കഴിഞ്ഞു. പിന്നീട് വരുന്ന മത്സരം വെസ്റ്റ് ജർമ്മനി ആൻഡ് ഓസ്ട്രിയ. അതിൽ വെസ്റ്റ് ജർമ്മനി ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്കറിയാം ഓസ്ട്രിയക്കും വെസ്റ്റ് ജർമ്മനിക്കും ഒരുമിച്ച് ക്വാളിഫൈ ചെയ്യാം, അൾജീരിയനെ പുറത്താക്കാം എന്നുള്ള ഒരു സംഭവം ഇവർക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ അന്നത്തെ ടൈമിൽ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചുകൾ, അതായത് അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചുകൾ ഒരുമിച്ചല്ലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതാണ് മറ്റേ കേബോ വെർഡെ ആൻഡ് സൗദി അറേബ്യ മത്സരത്തിലൊക്കെ അവർ ആ മാച്ചിൻ്റെ ഇൻ ബിറ്റ്വീനാണ് മറ്റേ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടുന്നത്. അപ്പോൾ ആ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള നടക്കുക വേറെ ടൈമിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ വെസ്റ്റ് ജർമ്മനി 10-ാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നതോടുകൂടെ ഓസ്ട്രിയയും വെസ്റ്റ് ജർമ്മനിയും തമ്മിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഗെയിം അവർ കളിക്കുന്നില്ല, വെറുതെ ഒരു നമ്മൾ ഈ മങ്കി ഫുട്ബോളൊക്കെ കളിക്കുന്ന പോലെ എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കളിച്ച് ആ ഗെയിമിനെ അങ്ങനെ കൊണ്ടുപോയി. പിന്നീട് അത് ഫാൻസിൻ്റെ ഇടയിൽ ഭയങ്കര സംസാര വിഷയമായി, പ്രത്യേകിച്ച് അൾജീരിയ ഫാൻസിൻ്റെ ഇടയിൽ. കാരണം അവർക്ക് വേൾഡ് കപ്പിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരമാണ്. ഇത് കാരണം തകർന്നു എന്ന് പറയുമ്പം ആ ഒരു സംസാര വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് ഫിഫ ഇങ്ങനത്തെ ഒരു റൂള് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ ഈ തേർഡ് ബെസ്റ്റ് പ്ലേസ് ടീംസ് വരും എന്നുള്ളതായപ്പോഴാണ് ഇവിടെ നമ്മളൊരു ആ ഒരു ലൂപ്പ് ഹോള് കാണുന്നത്.